ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ പുതിയ വീഡിയോയുമായി വരുന്നു കേട്ടോ. ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് നമുക്ക് ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഇതൊക്കെ നന്നായി ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ക്യാപ്സിക്കം, മുട്ടക്കോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടട്ടോ. ഞാൻ ഇപ്പോൾ അതേ കൂട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമല്ല പച്ചക്കറികളൊക്കെ ഇതിൽ അരിഞ്ഞ് കൂട്ടട്ടോ. അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ പച്ചക്കറിയൊക്കെ കൂട്ടാം. ഞാൻ അത്രേ കൂട്ടിയിട്ടുള്ളൂ. ഇതന്നെ എങ്ങനെ തന്നെ ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാൻഡ്വിച്ചൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. മയോണൈസൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കത് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ഗേസ് 2 മുട്ട പിങ്ങിയിട്ടേ അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട കൊണ്ടില്ല ഇതാണ് ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ച്. ഇത് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെച്ചും ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഗേസ് ഇതൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം. മയോണൈസൊക്കെ അതിലേക്ക് പാർന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഇളക്കി കൊടുത്തിട്ടേ നന്നായി ഇളക്കി കൊടുത്തിട്ട് വല്ലാതെ ഇളക്കിയത് കേട്ടോ. അപ്പോൾ കുടഞ്ഞു പോകും പച്ചക്കറി. ഒരു പാകത്തിന് ഇളക്കി കൊടുത്താൽ മതി. അത് മയോണൈസൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒന്നുമല്ല. അങ്ങനെ ഗേസ് നമുക്കൊരു സ്പൂൺ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് ഇനി നമുക്ക് ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു നാരങ്ങൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ബ്രെഡ് പൊരിച്ചാതെയും വേണമെങ്കിൽ ആക്കട്ടോ. പൊരിച്ചതാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പൊരിച്ചുകൊണ്ടാകുമ്പോൾ നല്ലൊരു രസകരം. നമുക്ക് അതിൽ നോക്കിയാലോ 2 മുട്ട ഉടച്ചത്, അതിൽ ലേശം ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം സ്പൂൺ കൊണ്ട് ഇളക്കി റെഡിയാക്കിയിട്ടേ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേ, നോൺ സ്റ്റിക്കിൻ്റെ പാന്, ഇങ്ങനത്തെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കട്ടോ. നന്നായി ഇളക്കിയിട്ടേ നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കാൻ നോക്കട്ടോ. അതിന് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. നെയ്യ് കുറച്ചെടുത്ത് വെക്കുക. പാനൊക്കെ ആദ്യം നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഇടുമ്പോഴേ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് ബ്രെഡൊക്കെ കരിഞ്ഞു പോകുള്ളൂ. അപ്പുറം ഇട്ട് വേവിച്ച് നല്ലോണം വേവിച്ചെടുക്കട്ടോ. മറിച്ചിട്ട് കണ്ട് മുരുമുരു ഒന്നും വേണ്ട, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. സോഫ്റ്റ് തന്നെയാണ്. ആ മുട്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ഗേസ് നമ്മളെ ചട്ടിയൊക്കെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിക്ക് നെയ്യ് ഒഴിക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി നെയ്യ് ഒഴിക്കട്ടെ കേട്ടോ. ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള ചട്ടിയല്ലേ, കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഗേസ് നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വന്ന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ടേ ആ ബ്രെഡ് അതിൽ മുക്കിയിട്ട് അപ്പുറം മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബ്രെഡ് നമുക്കതിൽ മുട്ടൻ്റെ കൂട്ടിൽ മുക്കിയിട്ട് അപ്പുറം മറിച്ച് പൊരിച്ചെടുക്കാം. അധികം കരിഞ്ഞ് പോകാതെ അപ്പുറം വേവും വേണം. നൈമത്തെ മുട്ടയൊക്കെ നല്ലോണം വേവും വേണം. അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ ഗേസ് ബ്രെഡൊക്കെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ബ്രെഡൊക്കെ നല്ലോണം പൊരിച്ചെടുത്ത് പുറത്ത് നല്ല മഴ ഇങ്ങനെ തകർത്ത് പെയ്യട്ടോ. ഒരൊച്ചയൊന്നും കേൾക്കണില്ല, മഴൻ്റെ ഒച്ച കൊണ്ട്. അങ്ങനെ ബ്രെഡൊക്കെ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ. ബ്രെഡ് കൊണ്ട് നമ്മൾ പല സാധനങ്ങളും ഉണ്ടാക്കുമല്ലോ. എന്തൊക്കെ ഉണ്ടാക്കും? ബ്രെഡ് മുട്ടിയിൽ പഞ്ചസാര ഇട്ടാണ് മുക്കി പൊരിക്കും. സാൻഡ്വിച്ച് ഉണ്ടാക്കും, കട്ട്ലറ്റ് ഉണ്ടാക്കും. കുറേ റെസിപ്പികൾ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിലേ
ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വീട്ടിൽ നിന്ന് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഗേസ് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് കുറച്ച് നേരം പോയാലോ. അങ്ങനെ ഗേസ് നമ്മുടെ ബ്രെഡൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കതിലേ കൂട്ടൊക്കെ ചേർക്കാം. ഗ്രേവിയൊക്കെ ചേർത്തിട്ടേ നമുക്കിങ്ങനെ സാൻഡ്വിച്ചാക്കി എടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചൂട് കൊടുക്കാൻ തന്നെ കഴിച്ചോളി. ബ്രെഡ് ചൂടാറുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ബ്രെഡ് വെച്ചിട്ട് അതിൽ കൂട്ട് ഒഴിച്ച് കൊടുക്കുക.
ഇതിപ്പോൾ ഞാൻ കുട്ടിക്ക് എരിവില്ലാതെ ഉണ്ടാക്കിയതാട്ടോ, മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ, കുരുമുളകൊന്നും ഇടാതെ. അവൾക്ക് കുരുമുളക് ഇട്ടേ എരിവുള്ളൂ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. കുരുമുളക് ഇടാതെ, കുരുമുളക് മാത്രം ഇട്ടിട്ടില്ല, അല്ലാത്ത കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മോൾക്ക് ഒരു ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാം, സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം. ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട് ഓൾ, ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അങ്ങനെ സോസ് ഒരു മറ്റേ ബ്രെഡുമ്മ തേച്ചിട്ട് കൂട്ടൊക്കെ റെഡിയായ പിന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ. പിന്നെ നമുക്ക് ഉണ്ടാക്കും കഴിക്കുകയും ചെയ്യാം. സോസ് ഒഴിച്ചിട്ടേ അതിമൊന്നും ഇങ്ങോട്ട് പരട്ടി കൊടുത്തിട്ട് അമർത്തിയാൽ കഴിക്കാം. എന്നാൽ നമുക്ക് കഴിച്ചാലോ? മോൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ മോൾക്ക് കൊടുത്തപ്പോഴേ അവൾക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായി. ഞാൻ പാത്രം കൊടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കാം. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കേട്ടോ. കുട്ടികൾക്കും ആർക്കും കഴിക്കാൻ പറ്റും, വലിയവർക്കൊക്കെ പറ്റും. അങ്ങനെ ഗേയ്സ്, നമ്മുടെ ഇന്നത്തെ സാൻഡ്വിച്ചൊക്കെ റെഡിയായി അടിപൊളിയായി വന്നിട്ടുണ്ട്. മോള് നല്ല ഉഷാറായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒക്കെ നല്ല ഇഷ്ടമായിക്കോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, നന്ദി, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.